ഹലോ എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളുടെ ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം കുറേ നാളുകളായി നമ്മൾ ഈ ഒരു എക്സാം ഫോക്കസ് ചെയ്ത് പഠിക്കുകയായിരുന്നു. അപ്പം എക്സാം കഴിഞ്ഞു, ഇനി എന്ത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. അപ്പം ഇനി നമ്മുടെ മുന്നിലുള്ള അവസരങ്ങൾ എന്തൊക്കെയാണ്, ഇലക്ട്രോണിക്സുകാരെ സംബന്ധിച്ച് ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്ന എക്സാംസ് ഏതൊക്കെയാണ്, അങ്ങനെ നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണെന്നൊക്കെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മൈൻഡിൽ കാണും. അപ്പം ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എക്സാം നന്നായിട്ട് എഴുതിയവരുണ്ടാവും, എന്നാൽ അത്രയ്ക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാതെ പോയവരും ഉണ്ടാവും. അപ്പം നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ടതില്ല, കാരണം നിങ്ങളുടെ മുന്നിൽ ഇനിയും അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളുടെ സ്റ്റാർട്ട് ചെയ്ത പ്രിപ്പറേഷൻസ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോവുക, ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പ് ചെയ്യാതെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോവുക. ഇപ്പോൾ എല്ലാ എക്സാമിൻ്റെയും ബേസ് നമ്മുടെ ഇലക്ട്രോണിക്സ് തന്നെയായിരിക്കും. അതായത് നമ്മൾ ഇലക്ട്രോണിക്സുകാരെ ബേസ് ചെയ്ത് വരുന്ന എക്സാംസിൻ്റെ എല്ലാം സിലബസ് നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് വേറെ ഒന്നും പഠിക്കേണ്ടി വരത്തില്ല. അപ്പം നിങ്ങൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിന്യൂ ചെയ്ത് തന്നെ പോവുക. അപ്പം നിങ്ങളുടെ മുന്നിലുള്ള ഇനി വരാൻ പോകുന്ന അവസരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇലക്ട്രോണിക്സുകാരെ സംബന്ധിച്ച് മെയിനായിട്ട് PSCയുടെ വരാൻ പോകുന്ന അടുത്ത എക്സാമാണ് എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റിൻ്റേത്. അപ്പം അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിൻ്റെ എക്സാം കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് നമുക്ക് പോളി ലെക്ചർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് വരാൻ പോകുന്ന എക്സാമാണ് എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റിൻ്റേതെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഈ പ്രിപ്പറേഷൻസ് നിങ്ങൾ മുന്നോട്ട് തന്നെ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ എക്സാമും നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നീട് മറ്റ് എക്സാമാണ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്, റെയിൽവേ ജൂനിയർ എഞ്ചിനീയർ, അതേപോലെ ISRO ടെക്നിക്കൽ അസിസ്റ്റന്റ്, കൂടാതെ റെയിൽവേയുടെ ടെക്നീഷ്യൻ്റെ ഗ്രേഡ് 1 എക്സാംസ് ഉണ്ട്. അതേപോലെ PSCയിൽ തന്നെ ടെലികമ്മ്യൂണിക്കേഷൻ്റെ നോട്ടിഫിക്കേഷൻ വേണമെങ്കിൽ വരാം. അപ്പോൾ അങ്ങനെ ഒരുപാട് എക്സാംസ് നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റിൻ്റെ എക്സാം സ്ലോട്ട് നേരത്തെ വന്നിരുന്നത് സെപ്റ്റംബർ നവംബറിലാണ്. പക്ഷേ PSCയുടെ നവംബറിലെ കലണ്ടർ വന്നപ്പോൾ നമ്മുടെ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റിന്റെ ഡേറ്റ് ഇല്ലായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഡിസംബറിലെ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റിന്റെ എക്സാം പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നല്ല രീതിയിൽ തന്നെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. നമ്മൾ ഈ പറഞ്ഞ റെയിൽവേയുടെ എക്സാംസ് ആയ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റും ജൂനിയർ എഞ്ചിനീയറും, അതേപോലെ ALPയുടെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നു കഴിഞ്ഞതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അപ്ലൈ ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം അതിൽ 9,900+ വേക്കൻസീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി വരാൻ പോകുന്ന JEEക്ക് 10,000-ലധികം വേക്കൻസികളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം ഇന്നലെ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ഒരു ചെറിയ അപ്ഡേറ്റ് നമുക്ക് കിട്ടിയിരുന്നു. അതായത് അവരുടെ ഒഫീഷ്യൽ സൈറ്റിലല്ല, അവരുടെ ഡിപ്പാർട്ട്മെന്റിൽ സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഡ്രാഫ്റ്റ് നമുക്ക് കിട്ടിയിരുന്നു. അതിൽ 10,000+ പുതിയ വേക്കൻസികളാണ് JEEയിൽ ആഡാവാൻ പോകുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത്രയധികം വേക്കൻസികളോടെയാണ് ജൂനിയർ എഞ്ചിനീയർ നോട്ടിഫിക്കേഷൻ ഇനി വരാൻ പോകുന്നത്. അപ്പം അത്രയും നല്ലൊരു ചാൻസ് നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പം റെയിൽവേയുടെ CBT 1 ക്ലിയർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ CBT 2 വരുന്നത് നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇലക്ട്രോണിക്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഇലക്ട്രോണിക്സുകാർക്ക് വരുന്ന CBT 2 എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രിപ്പറേഷൻസ് കണ്ടിന്യൂ ചെയ്ത് തന്നെ പോകുക എന്നുള്ളതാണ് ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നല്ലൊരു ചാൻസ് തന്നെയാണ് ജൂനിയർ എഞ്ചിനീയറിൻ്റെ എക്സാം എന്ന് പറയുന്നത്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ വരും. അതായത് സെപ്റ്റംബർ മാസത്തിൽ എന്തായാലും വരും. ജൂലൈ സെപ്റ്റംബർ ആണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരേണ്ട സ്ലോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ സെപ്റ്റംബർ മാസത്തിൽ എന്തായാലും ജൂനിയർ എഞ്ചിനീയർ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. അപ്പം നിങ്ങളെല്ലാവരും ആ ഒരു എക്സാമിനായിട്ട് നല്ല രീതിയിൽ തയ്യാറെടുക്കുക. നിങ്ങളെല്ലാവരും അപ്ലൈ ചെയ്യുക അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്ന ടൈമിൽ. പിന്നീട് ഈ ISRO ടെക്നിക്കൽ അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ വന്നത് ജൂൺ മാസത്തിലാണ്. ജൂൺ 4-ാം തീയതിയാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ആപ്ലിക്കേഷൻ എൻഡ് ചെയ്തത് ജൂൺ 18-ാം തീയതിയാണ്. അതിൻ്റെ എക്സാമും ഉടൻ തന്നെയുണ്ട്. അങ്ങനെ നിരവധി എക്സാംസ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാം കഴിഞ്ഞു പോയി, അതിന് ഇപ്പോൾ നല്ല രീതിയിൽ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, ഇൻ കേസ് എഴുതാൻ പറ്റിയില്ല എന്ന് ഓർത്ത് നിങ്ങൾ വിഷമിച്ചിരിക്കരുത്. നിങ്ങളുടെ മുന്നിൽ ഒരുപാട് അവസരങ്ങളുണ്ട്. അപ്പോൾ ആ അവസരങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റിന്റെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് ഇനിയുള്ള ചുരുങ്ങിയ സമയം കൊണ്ട് എങ്ങനെ ആ സിലബസ് കവർ ചെയ്യണം, ഒരു കൃത്യമായ സ്റ്റഡി പ്ലാനും ഒക്കെ തന്ന് നിങ്ങൾക്ക് ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനുള്ള എല്ലാ കണ്ടന്റും നമ്മുടെ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റിന്റെ കോഴ്സിലുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അതേപോലെ ജൂനിയർ എഞ്ചിനീയറിന്റെയും ALPയുടെയും കോഴ്സസ് നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. ISROയുടെ കോഴ്സ് ഓൾറെഡി റണ്ണിങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സുകളെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.